ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ പേപ്പർ കണ്ടോ, പേപ്പറല്ല കവറാണിത്. നമ്മൾ സാധാരണ കടയിൽ നിന്നും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ, ഡ്രസ്സ് വാങ്ങിക്കുമ്പം അല്ലെങ്കിൽ ബേക്കറി ആയിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പം എവിടെ നിന്നാണെങ്കിലും ഈ ഒരു കവറിൽ പൊതിഞ്ഞിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഇങ്ങനത്തെ കുറേ കവർ എന്തായാലും നമ്മൾ വെറുതെ കത്തിച്ച് കളയും കാര്യങ്ങളൊക്കെ ചെയ്യും. എന്തായാലും വെറുതെ കളയും, നമ്മൾ ഉപയോഗിക്കില്ലല്ലോ. ഇങ്ങനത്തെ കവർ ഉപയോഗിച്ചൊരു ചരിത്രം കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്നറിയോ? ഈ ഒരു പേപ്പറിൻ്റെ പേര് അല്ലെങ്കിൽ ഈ ഒരു കവറിൻ്റെ പേര് ബ്രൗൺ പേപ്പർ എന്നാണ്. എനിക്കറിയില്ലായിരുന്നു. ഞാനിങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കിയ ടൈമിലാണ് ഇതിൻ്റെ പേര് ബ്രൗൺ പേപ്പർ ആണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം നമ്മൾ സാധാരണ ഇതിന് കവർ എന്നൊക്കെ അല്ലേ പറയാം. അപ്പം ഈ ഒരു കവർ വെച്ചിട്ടാണ് നമ്മളിന്നൊരു ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ഡെക്കോറായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്നല്ല, രണ്ട് ഐഡിയാസ് ഉണ്ട് കേട്ടോ. അപ്പം രണ്ട് ഫ്ലവേഴ്സിൻ്റെ ഐഡിയാസാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണ് ഇത് ഡെക്കോറാക്കിയിട്ട് മാറ്റാമെന്ന് ഈ ഒരു കവറ്. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം. അപ്പോൾ അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുമല്ലുള്ള പണിയാണ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്ക് രണ്ട് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഐഡിയ നമ്പർ 1 ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഐഡിയ ആണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു നമ്മുടെ പേപ്പർ എടുത്തിട്ടുണ്ട്. ആ ഒരു പേപ്പറിൻ്റെ അടിയിലത്തെ ആ ഒരു ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതുപോലൊരു പീസ് ഈ ഒരു ബ്രൗൺ പേപ്പറിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഈ ഒരു താഴത്തെ ഭാഗത്ത് നിന്ന് ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ വലിച്ച് പറിച്ച് കളയാനുള്ള ചെറിയ ചെറിയ പീസുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വലിച്ച് പറിച്ച് കളഞ്ഞു. എന്നിട്ട് ഇതേപോലെ ഇത് നടുവേ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ മടക്കി എടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നഖം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് നല്ല സ്റ്റഡി ആയിട്ട് നിന്നോളും. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ ഒരു രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ അത് നന്നായിട്ട് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ ഫെവിക്കോൾ ആയി കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതപ്പോൾ അത് നല്ല രീതിയിൽ സ്റ്റഡി ആയിട്ട് അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു പേപ്പറിൻ്റെ ടൈപ്പ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നല്ലത്. ഗ്ലൂ ഗണ്ണാണെങ്കിൽ അത്ര സേഫ്റ്റി ആയിരിക്കില്ല. അപ്പോൾ നമ്മുടെ ഫെവിക്കോൾ ആണെങ്കിൽ നല്ല രീതിയിൽ ഒട്ടി അവിടെ നിന്നോളൂ കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് കുഞ്ഞി കട്ടിങ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയാൻ പാടില്ല. ആ ഒരു നമ്മൾ പശയൊക്കെ ആക്കി കൊടുത്തില്ല, ആ ഒരു ഭാഗത്തുമ്പോൾ നിർത്തണം. ഈ ഒരു ഭാഗം, അതായത് അതിൻ്റെ 4/3 ഭാഗം വരെ കട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അടിയിൽ നമ്മൾ കട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അത് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കുന്നതാണല്ലോ. ഈ ഒരു കട്ടിങ് നമ്മൾ സാധാരണ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് വഴിയില്ല, കാരണം എല്ലാവരും ഇങ്ങനെ ഈ ഒരു രീതിയിലാണല്ലോ. നമ്മൾ ഒത്തിരി ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഒത്തിരി വീഡിയോയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് നമ്മൾ 4 ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരറ്റം വരെ നമ്മളിങ്ങനെ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 പീസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് 4 ഫ്ലവേഴ്സ് ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന ബാംബൂ സ്റ്റിക്കാണ്. അപ്പോൾ ഈ ഒരു ബാംബൂ സ്റ്റിക്കിന് പകരം നിങ്ങൾ ഇർക്കിലെടുത്താൽ മതി. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. എൻ്റെ അടുത്ത് ബാംബൂ സ്റ്റിക്ക് ഉണ്ടായിരുന്നു. ഞാൻ എന്തോ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും വാങ്ങി വെച്ചതായിരുന്നു, കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒട്ടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഫെവിക്കോളായി കൊടുത്തു. എന്നിട്ട് അതിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ അതിങ്ങനെ നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്കിങ്ങനെ കിട്ടും. ആ ഒരു ഷേപ്പിൽ തന്നെ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് താഴെ വരെ ഇങ്ങനെ ചുറ്റിച്ചെടുത്താലും അതും ഒരു ഷേപ്പിൽ ഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും. ഞാൻ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 ഫ്ലവേഴ്സും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു ബാംബൂ സ്റ്റിക്കിന് പകരം നിങ്ങൾക്ക് ഇർക്കിലൊക്കെ എടുക്കാം കേട്ടോ. ഇർക്കിലും നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ പേപ്പർ കൊണ്ട് ചെറിയ കുഞ്ഞ് സ്റ്റിക്കുകൾ ഉണ്ടാക്കിയിട്ട് അതിലും നമുക്കിത് ചെയ്യാം. പക്ഷേ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഈ ഒരു ബ്രൗൺ പേപ്പറും ഈ ഒരു ബാംബൂ സ്റ്റിക്കും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഇതിലുള്ളത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവർ നമ്മൾ മാറ്റി വെച്ചു. ഇനി നമ്മുടെ സെക്കൻഡ് ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തത് നമ്മൾ ഫ്ലവർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മുടെ ഇങ്ങനെ ബോട്ടിലൊന്നും ഇട്ട് വെക്കുന്ന ഫ്ലവറല്ല, അല്ലാതെ സാധാരണ നമ്മൾ എന്താ പറയേണ്ടത്, വാളിലൊക്കെ തൂക്കുന്ന അങ്ങനത്തെ ടൈപ്പ് കേട്ടോ. ആ വാളിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയുള്ള ടൈപ്പ് ഒരു ഫ്ലവറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ എൻ്റെ അടുത്തുണ്ടായിരുന്ന മറ്റേ ബ്രൗൺ പേപ്പർ നല്ല രീതിയിൽ കുറേ മടക്കുകളൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ ഒരു ബോട്ടിൽ വെച്ചിട്ട് കുറച്ച് റൗണ്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു റൗണ്ടിൽ തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ വരച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഈസിയാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ അത് മാത്രമല്ല, നമുക്ക് ഒരൊറ്റ കട്ടിങ്ങിന് തന്നെ ഒത്തിരി പീസുകൾ കിട്ടും. നമ്മളല്ലാതെ ഓരോന്നായിട്ട് കട്ട് ചെയ്യുന്നതിനെക്കാട്ടും ഭയങ്കര ഈസി ആയിരിക്കുമല്ലോ ഇങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്യുന്ന ടൈമിൽ. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ കുറേ മടക്കുകളാക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ അടുത്ത് എത്ര പേപ്പേഴ്സ് ഉണ്ടോ, ഇതുപോലത്തെ ബ്രൗൺ പേപ്പർ എത്രയുണ്ടോ അത്രയും എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഒരു ടൈപ്പ് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് വേണം കേട്ടോ, പേപ്പർ വേണം. അപ്പോൾ ഇത്രയൊന്നുമല്ല കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. വേറെ എൻ്റെ അടുത്ത് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പേപ്പറൊക്കെ എടുത്തിട്ടാണ് ഞാനിത് ഈ രണ്ടാമത്തെ ഫ്ലവർ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റേത് നമുക്ക് കുറച്ച് പേപ്പർ മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ച് കൊടുക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് അത്യാവശ്യം കുറേ പേപ്പറൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇതേപോലെ
ആ ഒരു രീതിയിൽ കുറേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് വന്നപ്പോൾ ഇതാ ഇത്രയും ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് നമുക്കിനി ചെയ്യാനുണ്ട് കേട്ടോ. അതിന് മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ളൊരു പണിയായിരുന്നു ഈ ഒരു ബോട്ടിലുണ്ടല്ലോ, ഈ ഒരു ബോട്ടിലിൽ നമ്മൾ ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു കുഞ്ഞ് ബോട്ടിൽ വേണമെന്ന് തോന്നി. ഒരു വിൻറ്റേജ് ലുക്കിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ബ്ലാക്ക് കളർ വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് മെറ്റാലിക് പെയിൻറ്റ് ഉണ്ടല്ലോ അതുകൂടെ ടച്ച് ചെയ്ത് കൊടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫ്ലവർ ഉണ്ടാക്കിയതിൻ്റെ ആ സമയത്തെ കാണിക്കേണ്ടതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് ഇത് എന്തിലിട്ട് വെക്കുന്നുള്ളൊരു ഐഡിയ എനിക്ക് വന്നത്. അപ്പോൾ വിചാരിച്ചൊരു ബോട്ടിലിങ് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക, എൻ്റെ ഒരു വിൻറ്റേജ് ലുക്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ബോട്ടിൽ നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം അതിൻ്റെ മേലെ നമ്മളിതൊരു ഗോൾഡൻ കളർ മെറ്റാലിക് പെയിൻറ്റാണ് എൻ്റെ അടുത്തുണ്ടായിരുന്നത്. അത് ഞാൻ ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കുറച്ച് അധികമായിപ്പോയി, എന്നാലും കുഴപ്പമില്ല, നമുക്കൊരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോറി, വിൻറ്റേജ് അല്ല. അപ്പോൾ അത് അങ്ങനെ മുഴുവനായിട്ട് നമ്മൾ അത് പുരട്ടി കൊടുത്താൽ മതി. നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് അതിങ്ങനെ പൊതിഞ്ഞ് വന്നോളൂ കേട്ടോ. അതിനുശേഷം നമ്മളിത് കുറച്ച് സമയം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചു. അതിനുശേഷം നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, ആ ഒരു ഫ്ലവർ ഞാൻ ഇതിലേക്ക് എങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ലെങ്ത് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കമ്പനി ബംബൂ സ്റ്റിക്കിന്, അപ്പോൾ അത് ഞാൻ അതിനനുസരിച്ചിട്ട് ഒടിച്ച് മടക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഒടിച്ച് മടക്കി അതിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞു ബോട്ടിലാണല്ലോ ഇട്ട് വെക്കുന്നത്, അതുകൊണ്ടാണ് അത് ചെറുതായിട്ട് കിടക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒടിച്ച് കളഞ്ഞത്. അപ്പോൾ ഇതായിരുന്നു, അത് നമ്മൾ മാറ്റി വെച്ചു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് ഇതേപോലെ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു പേപ്പർ കപ്പായിരുന്നത്. അപ്പോൾ ആ ഒരു പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇനി ഈ ഒരു പേപ്പർ കപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇത് വെച്ചിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റൗണ്ട് ഷേപ്പ് ഈ ഒരു കപ്പിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ അത് ഹാഫായിട്ട് മടക്കുക, പകുതിയായിട്ട് മടക്കിയിട്ട് ആ ഒരു ഭാഗങ്ങൾ ഇതേപോലെ കപ്പിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഈ ഒരു രീതിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുക, ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഒന്ന് വെച്ചു, അതിൻ്റെ പകുതിക്ക് വെച്ചിട്ടാണ് അടുത്തത് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൽ നമ്മൾ ഈ ഒരൊറ്റ റൗണ്ടിൽ നമ്മൾ പശയും കാര്യങ്ങളൊന്നും ആക്കി കൊടുക്കുന്നില്ല. അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇനി ഓരോന്നോരോന്നായിട്ട് വെക്കുമല്ലോ, ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് ഫെവികോൾ ആക്കി കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ നടുക്ക് ഫെവികോൾ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു അടുത്ത ഷേപ്പ് വെക്കുമ്പോൾ അതവിടെ ഒട്ടി അങ്ങനെ കിടന്നോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ ലെയറായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ഒട്ടിക്കുന്ന ടൈമിൽ നമ്മൾ ഫെവികോൾ ആക്കാൻ വേണ്ടിയിട്ട് പാടില്ല, കാരണം അത് ആ ഒരു കപ്പിൽ ഒട്ടിപ്പോകുമല്ലോ. നമുക്കിത് കപ്പിൽ നിന്ന് അടർത്തിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കാത്തട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതിൽ ചെയ്യാൻ ഇനി കൂടുതൽ സ്റ്റെപ്പൊന്നുമില്ല, ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓരോന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇത് എത്രയാണെന്നൊന്നുമില്ല, ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ ഈ ഒരു നടുക്ക് കാണുന്ന ഈ ഒരു ഓട്ടയുണ്ടല്ലോ, ആ ഒരു ഓട്ട അടഞ്ഞ് വരണം നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ. അപ്പോൾ ആ ഓട്ട ഇല്ലാതാവുന്ന സമയത്താണ് ശരിക്കും ഈ ഒരു ഫ്ലവർ റെഡി ആകുന്നത്. അത് കുറച്ച് പണിയാണ്. കുറേ എന്ന് പറഞ്ഞാൽ 1-2 എന്നല്ല, 5-8 പേപ്പർ എൻ്റെ അടുത്തുണ്ടായിരുന്നത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മളിത് ചെയ്ത് കൊടുത്തിട്ട്, അതായത് നമ്മൾ ഒരു പേപ്പർ കൊണ്ടൊന്നും ഇതൊരിക്കലും നടക്കില്ല, കാരണം അത്രയും വേണം കേട്ടോ, കുറേ വേണം. അപ്പോൾ ഇതായി ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഹോളിങ്ങനെ അടഞ്ഞ് വരും. അപ്പോൾ ആ ഒരു ടൈമിലാണ് സംഭവം ഇത് റെഡി ആവുക. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുപെട്ടിട്ടുണ്ടായിരുന്നു. ഇത് മൊത്തത്തിലൊന്ന് ആക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഞാൻ ചെറിയ റൗണ്ട് അത് ഉണ്ടായിരുന്നപ്പോഴാണ് ഞാനത് അവസാനിപ്പിച്ചത്, കാരണം പിന്നെ എൻ്റെ അടുത്ത് പേപ്പർ ഉണ്ടായിരുന്നില്ല. നമ്മളിത് റെഡിയായി കഴിഞ്ഞാൽ കുറച്ചേ വേണ്ടൂ നമ്മൾ വിചാരിക്കുമെങ്കിലും കുറേ വേണം. പിന്നെ സംഭവം ബ്രൗൺ പേപ്പർ ആണെങ്കിലും നമ്മൾ വിചാരിക്കും ബ്രൗൺ പേപ്പർ ആകുമ്പോൾ എല്ലാത്തിനും ഒരേ കളറായിരിക്കും, പക്ഷേ അങ്ങനെയല്ല, അതിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കുറേ വ്യത്യാസങ്ങളുള്ളതുണ്ട്. ചിലത്തൊരു ഗ്രീനൊക്കെ അടിക്കുന്ന ചില ബ്രൗൺ പേപ്പർ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് 1-2 എണ്ണം അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരേ കളറുള്ളത് എൻ്റെ അടുത്ത് കുറവായിരുന്നു. ഒന്നാമത് ഞാൻ അതുകൊണ്ടാണ് പിന്നെ നിർത്തിയപ്പോൾ പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്ത് വന്ന് ലാസ്റ്റ് ആ ഒരു ഹോൾസൊക്കെ അതായപ്പോൾ ഞാൻ നിർത്തിയിട്ടോ. അത് പേപ്പർ ഇല്ലാത്തത് കൊണ്ടുകൂടിയാണ്. അതായത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് വേറെ കളറാണ്. അപ്പോൾ നമ്മൾ കളർ വെച്ചിട്ട് ചെയ്യുന്ന ടൈമിൽ അത് നല്ല രീതിയിലൊരു മിസ്മാച്ച് ഉണ്ട്. അപ്പോൾ ഇതിപ്പം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ ബ്രൗൺ പേപ്പറും ഒരേ കളറാണെന്ന്, പക്ഷേ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ചിലതൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതാ ഒട്ടിച്ച് മുഴുവനായിട്ട് കഴിഞ്ഞപ്പോൾ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു കപ്പിൻ്റെ അടുക്കുന്നത് ഇങ്ങനെ പൊക്കിയെടുത്തു. അപ്പോൾ ഇതാ ഈ ഒരു ലുക്കിൽ നമുക്ക് ആ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഇത്രയും നേരം ചെയ്ത് വെച്ച ഫ്ലവർ. ഇത് കാണുന്ന ടൈമിൽ നമ്മൾ വിചാരിക്കും കുറച്ചേ വേണ്ടുമെന്ന് വിചാരിക്കും, പക്ഷേ ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ വാളിലെങ്ങനെ ഒട്ടിക്കും ഇത് മാത്രമായിട്ട്. അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ അത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു
ഒന്നല്ല 3-4 ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഒരു ലീഫ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതിലേക്ക് ഒട്ടിച്ച് കൊടുത്തിട്ടു. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുത്തു. കാരണം അത് പിന്നെ പ്ലാസ്റ്റിക് ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ആ ഒരു ഭാഗം കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സാധനം ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വിൻറ്റേജ് ലുക്കിലുള്ള ഫ്ലവറാണ് സംഭവം. ഇത് ഞാൻ ആ ഒരു ഗോൾഡൻ കളറിൻ്റെ ആ ഒരു ബോട്ടിലേക്ക് വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്നാലും ഇത് ശരിക്കും ഒരു വിൻറ്റേജ് ലുക്ക്. എനിക്ക് ഈ ഒരു സംഭവമാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ബ്രൗൺ പേപ്പർ എന്നുള്ള ആ ഒരു കളർ തന്നെ ഒരു വിൻറ്റേജ് ലുക്ക് തരുന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു ഫ്ലവർ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഐഡിയ. സെക്കൻഡ് ഐഡിയയാണ് നമ്മുടെ ഈ രണ്ടാമത്തെ ഈ ഒരു കപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള സംഭവം. അപ്പോൾ ഇതുപോലെ ബ്രൗൺ പേപ്പറൊക്കെ വെറുതെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സംഭവം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുപോലെ അതുപോലത്തെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയുള്ള പറ്റിയിട്ട് ബൈ, സീ യു.